വിവാദങ്ങൾക്ക് വിട നൽകിയ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തിന് അനുമതി നൽകിയ നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. NK അക്ബർ MLA വിഷയത്തിൽ ഇടപെടുകയും നഗരസഭയുടെ ബൈലോ വ്യവസ്ഥകളും കൌൺസിലിന്റെ തീരുമാനവും മാനിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തതോടെ ജോയിന്റ് ഡയറക്ടർ വിലക്ക് നീക്കി ഉത്തരവിറക്കുകയായിരുന്നു. GSA എന്ന സംഘടനയുമായി സഹകരിച്ച് പ്രദർശനം നടത്താനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ സൗജന്യമായി ഹാൾ അനുവദിക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ് തർക്കങ്ങൾക്ക് വഴിവെച്ചു. ഇതിനെ തുടർന്ന് സെക്രട്ടറിയെ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ കായിക പ്രേമികളുടെയും ജനപ്രതിനിധികളുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാർ നിയമങ്ങൾ പാലിച്ച് കൌൺസിലിന്റെ തീരുമാനം നടപ്പിലാക്കാൻ അധികൃതർ അനുമതി നൽകുകയായിരുന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AT ഹംസ, ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, മമ്യൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു.